ഹലോ ഗൈസ്, ഇന്ന് പോകാനുള്ളത് ദമാം കൂടി തന്നെയാണ്. ദമാമിൽ 1-2 ഡെലിവറികൾ ഉണ്ടാവുക. പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ്. അപ്പൊ ഓക്കെ, ബാക്കി റൂമിൽ നിന്ന് ഇറങ്ങി നേരെ യേശൻ ദർബാർക്ക്. സമയത്തിന്റെ കുറവായതുകൊണ്ട് നമ്മൾ നേരെ പാർസൽ വാങ്ങിക്കാണ്ട് വണ്ടിയിൽ തന്നെ തിന്ന് പോകാൻ നേരത്തെ ഒരു മുട്ട പൊറാട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. കാലാവസ്ഥ നല്ല തെളിയാണ്, മൊത്തത്തിൽ തെളിഞ്ഞ് കിടക്കാണ്. 2 ദിവസം മുന്നേ മഴയായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ഓട്ടാണിത്. ഏതായാലും കമ്പനീന്റെ അവിടെ എത്തി ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു. ചെറിയ സ്പേസ് ഉള്ളൂ എന്തായാലും. അപ്പോഴാണ് നമ്മളെ ചെക്കനെ കണ്ടത്. ചെക്കൻ അവിടെ നിന്ന് ഒരു പേപ്പർ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഓൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് അതായാലും ലോഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ 2-3 ആളുണ്ട് മൊത്തത്തിൽ. ഏതായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ സാധനം എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയപ്പോൾ ആള് എവിടെക്കോ പോയതോ 15 മിനിറ്റാണ്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തുള്ള ഹോട്ടലിൽ കയറി കണ്ട് അവിടുന്ന് ചോറ് കഴിക്കാൻ നിർത്തി. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ കയറി. അങ്ങനെ ഫുഡ് അടി ലോഡിംഗ് ഒക്കെ കഴിഞ്ഞാണ്ട് ഇതാ സെൻട്രൽ ഹോസ്പിറ്റലിന്റെ ബാക്കിലൊന്ന് പോകണം. അവിടെ കുറച്ച് സാധനം എടുക്കാണ്ട് അവിടുന്ന് കുറച്ച് സാധനം കയറ്റി കഴിഞ്ഞാൽ വേണം ഞങ്ങൾക്ക് കാൽത്തീ പോകാൻ. കാൽത്തീൻ്റെ ഫാമിന്റെ വെയർ ഹൗസിലാണ് ഡെലിവറി ഉള്ളത്. അല്ലാതെ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ എന്താണെന്ന് അറിയില്ല, കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി കണ്ടില്ലേ. സ്റ്റേഡിയത്തിന്റെ പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ചുള്ള കാണാം. ആദ്യം നമുക്ക് ഇവിടെ പിഒ കൊടുക്കണം. പിഒ കൊടുത്തിട്ട് വേണം അൺലോഡിങ്ങിന്റെ അപ്പുറത്തെ ലൊക്കേഷനിലേക്ക് പോകാൻ. അപ്പുറത്ത് എത്തിയാണ്ട് ലോഡ് ഇറക്കാൻ വേണ്ടി വണ്ടി ബാക്ക് വെച്ച് കൊടുത്തു. പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഏതായാലും പണികൾ പറഞ്ഞാൽ നമുക്കൊരു രക്ഷയുണ്ടാവില്ല. പിന്നെ അങ്ങനെ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. ഞാൻ എൻ്റെ ഭാഗം മാത്രമുള്ള ഇതിൽ പെടുത്തിയിട്ട് അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതേതായാലും എത്ര ഇറക്കിയാലും തീരണമൊന്നുമില്ല. എന്തായാലും പാട്ടും കാര്യങ്ങളൊക്കെ പാടിയിട്ട് അങ്ങനെ പണിയാണ്. അങ്ങനെ ലോഡ് ഇറക്കി കഴിഞ്ഞ് സമയം 3:15. ഒരു ചായ കുടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ റൂമിൽ കയറും. ചെക്കന്മാർ വരാണ്ട് അങ്ങനെ വീണ്ടും ആദ്യം വന്ന വെയർ ഹൗസിലെത്തി. അവിടുന്ന് ഡെലിവറി നോട്ടും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് വാങ്ങണ്ടായിരുന്നു. ആകെ സൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ കിട്ടി. ഞങ്ങൾ ഏതായാലും ഏഷ്യൻ ദർബാർക്ക് ചായ അടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണം. നല്ല ട്രാഫിക്, അവിടെ കുറച്ച് നേരം നല്ല ബ്ലോക്കായി നിന്നു. പിന്നെ ഇതാ സ്റ്റേഡിയത്തിന്റെ സിഗ്നൽ എത്തി. ഇതാ ഏഷ്യൻ ദർബാറിന്റെ മുന്നിലെത്തി. അപ്പോഴാണ് നമ്മളെ ചെക്കനെ കണ്ടത്. ചെക്കനെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര മടി നമ്മളാണ്. അപ്പം പിന്നെ ഇൻഫർമേഷൻ സെഫീഗിനെയും കണ്ടുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചായ അടിക്കാനായിരുന്നു. ചായ അടിച്ച് കടികൾ തീരുന്നില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചായ അടിയും കഴിഞ്ഞ് ചെക്കന്മാർ അവിടുന്ന് ഓരോ കമ്പനി വണ്ടി വരും. അപ്പോൾ ഞാൻ റൂമിൻ്റെ അവിടെ എത്തി. സമയം 6 മണി. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത എന്തെങ്കിലും വീഡിയോയിൽ കാണാം.